H-1B വിസയ്ക്കുള്ള വാർഷിക ഫീസ് $1,00,000 ഉയർത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതോടെ കടുത്ത ആശങ്കയാണ് ലോകമെങ്ങും. നിലവിൽ H-1B വിസ ഉള്ളവരടക്കം വാർഷിക ഫീസ് നൽകേണ്ടി വരുമെന്ന ധാരണയിൽ എങ്ങനെയെങ്കിലും അമേരിക്കയിലെത്താൻ തിരക്കുകൂട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇതോടെ H-1B വിസ വിഷയത്തിൽ വിശദീകരണവുമായി വൈറ്റ് ഹൗസ് രംഗത്ത് വന്നു. H-1B വിസയിലെ പുതിയ ഫീസ് പുതിയ അപേക്ഷകൾക്കാണ് ഇത് ബാധകമാവുക. നിലവിലെ വിസ പുതുക്കുമ്പോൾ വർധനയുണ്ടാകില്ല. $1,00,000 വാർഷിക ഫീസ് അല്ലെന്നും ഒറ്റത്തവണ ഫീസാണെന്നും അധികൃതർ വിശദീകരിച്ചു. പുതുക്കുമ്പോൾ $1,00,000 നൽകേണ്ട. നിലവിൽ രാജ്യത്തിന് പുറത്തുള്ള H-1B വിസ കൈവശമുള്ളവർക്ക് രാജ്യത്ത് വീണ്ടും പ്രവേശിക്കാൻ $1,00,000 ഫീസ് നൽകേണ്ടതില്ല. ട്രംപ് ഭരണകൂടം H-1B വിസയുടെ ഫീസ് വർഷം $1,00,000 അതായത് ഏകദേശം 88 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചിരുന്നു. നിലവിൽ 2.5 മുതൽ 5 ലക്ഷം രൂപയായിരുന്ന ഫീസാണ് കുത്തനെ ഉയർത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് ഇന്ന് മുതലാണ് പ്രാബല്യം. US-ൽ നിലവിലുള്ള H-1B വിസക്കാരിൽ 71% ഇന്ത്യക്കാരാണ്. ഇക്കൂട്ടർക്ക് വലിയ തിരിച്ചടിയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. വൈറ്റ് ഹൗസിന്റെ വിശദീകരണത്തോടെ നിലവിൽ അമേരിക്കയിൽ ഈ വിസയുള്ള ഇന്ത്യക്കാർക്ക് ആശ്വാസമായി മാറി. US-ൽ ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് H-1B വിസയാണ്. കുടിയേറ്റം തടയുന്നതിനാണ് ഫീസ് കൂട്ടുന്നതെന്ന് ഉത്തരവിൽ ഒപ്പിട്ട് ട്രംപ് പറഞ്ഞു. കമ്പനികളാണ് ഫീസ് നൽകേണ്ടത്. H-1B, H-1 വിസയുള്ളവർ അടുത്ത 14 ദിവസത്തേക്ക് US-ൽ തുടരണമെന്നും നിലവിൽ US-ന് പുറത്തുള്ള ജീവനക്കാർ ഇന്ന് തിരികെ എത്തണമെന്ന് മെറ്റ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ കമ്പനികൾ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് US ഉദ്യോഗസ്ഥൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇതോടെ വിദേശത്തുള്ളവർ ഏതു വിധേനയും അമേരിക്കയിലേക്ക് മടങ്ങാൻ ശ്രമം തുടങ്ങിയപ്പോൾ വിമാനത്താവളങ്ങളിൽ അടക്കം തിരക്ക് വർദ്ധിച്ചിരുന്നു. അതേസമയം H-1B വിസ ഫീസ് വർധന ഗുരുതര മാനുഷിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഫീസ് വർധനയുടെ പ്രത്യാഘാതങ്ങൾ പഠിച്ചു വരികയാണെന്നും അമേരിക്കൻ അധികൃതർ ഇക്കാര്യം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അമേരിക്കയുടെ ഈ പുതിയ നയം കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമാണെന്നും വിഷയത്തിന്റെ എല്ലാ വശങ്ങളും വിലയിരുത്തുകയാണെന്നും സർക്കാർ അറിയിച്ചു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എന്തായാലും ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ട്രംപ് ഈ ഒരു നടപടി സ്വീകരിച്ചത്.